ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 ഏറ്റവും മെയിനായിട്ടുള്ളൊരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ആദ്യത്തെ പോർഷൻ 2 സെറ്റ് പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ബിയിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസും വരിക. ഇവിടം തൊട്ട് അവിടെ വരെയുള്ള അതേ ഡിസ്റ്റൻസ് ആണ് തിരിച്ചും വരുന്നത്. അപ്പം 3 ഡയമെൻഷണൽ കേസിൽ 3 കോർഡിനേറ്റ്സ് ആയിട്ടാണ് ഉള്ളത്. 2 ഡയമെൻഷനിലാകുമ്പോൾ 2 കോർഡിനേറ്റ്സ്. അപ്പോൾ അവിടെ 3 കോർഡിനേറ്റ്സ് ചെയ്യുമ്പം ഫസ്റ്റ് സെറ്റ് കോർഡിനേറ്റ് x1 y1 z1, അടുത്ത സെറ്റ് x2 y2 z2. ഈ 2 സെറ്റ് പോയിൻ്റ് അവിടെ ഉള്ളപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ √x2 - x1 ഹോൾ സ്ക്വയർ. തിരിച്ചും പറയാം, x1 - x2 ഹോൾ സ്ക്വയറും പറയാം. 1 - 2ൻ്റെ സ്ക്വയറും 2 - 1ൻ്റെ സ്ക്വയറും സെയിം ആണ്. മൈനസിൻ്റെ സ്ക്വയർ എപ്പോഴും പ്ലസ് ആണ്. പ്ലസിൻ്റെ സ്ക്വയർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ അവിടെ x - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് 2 സെറ്റ് പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫോർമുല ഫോർ 3 ഡയമെൻഷണൽ കേസിലെ ഡിസ്റ്റൻസ് ഫോർമുല. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ബേസിക് 1-2 ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് 235 ആൻഡ് 431. 235 ആൻഡ് 431. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പം ആദ്യത്തെ സെറ്റ് x1 y1 z1, അടുത്ത സെറ്റ് x2 y2 z2. അപ്പം ഇതൊരു പോയിൻ്റ് എ, ഇതൊരു പോയിൻ്റ് ബി ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് √4 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 3 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 1 - 5 ഹോൾ സ്ക്വയർ. അപ്പോൾ അവിടെ എ ബി ഈസ് ഈക്വൽ ടു √4 - 2 2ൻ്റെ സ്ക്വയർ 4, 3 - 3 0, 0യുടെ സ്ക്വയർ 0, 1 - 5 -4, -4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ആൻസർ √20. അപ്പോൾ ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് √20. അതുപോലെ √20 അല്ലെ ഫാക്ടറൈസ് ചെയ്തെടുക്കുമ്പോൾ 2√5 യൂണിറ്റ്സ്. 20 ഫാക്ടറൈസ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലമിൽ അത്ര യൂണിറ്റ്സ് ആണ് ആ 2 സെറ്റ് പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അതേപോലെ ഇതിൽ കുറച്ച് ബേസിക് കാര്യങ്ങളിൽ ആദ്യം പഠിക്കാനുള്ളത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളതാണ്. കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിലെ പോയിൻറ്റ്സ് എന്നാണ് കൊളീനിയർ പോയിൻറ്റ്സ്. എ ബി സി ആർ കൊളീനിയർ, ദേ ലൈ ഓൺ എ ലൈൻ. ഒരേ ലൈനിലെ പോയിൻറ്റ്സ് കൊളീനിയർ പോയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ആ പോയിൻറ്റ്സ് ഒരേ ലൈനിലാണെന്നാണ്. എ ബി സി ഒരേ ലൈനിലാണ് ആ പോയിൻറ്റ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാം. പിന്നെ നമ്മൾ സ്ലോപ്പ് വെച്ച് പഠിച്ചു. സ്ട്രെയിറ്റ് ലൈനിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആണെങ്കിൽ കൊളീനിയർ ആണെന്ന് പഠിച്ചു. ഇതെല്ലാം കൊളീനിയറിൻ്റെ കണ്ടീഷനാണ്.
അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ രണ്ട് സെറ്റിൻ്റെ ഡിസ്റ്റൻസ് എ ബി ബി സി അല്ലെ എ സി ഏതേലും രണ്ട് സെറ്റിൻ്റെ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പം തേർഡ് ഗ്രൂപ്പ് കിട്ടുവാണെങ്കിൽ അത് കൊളീനിയർ ആണ്. എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി അല്ലെ എ ബി പ്ലസ് എ സി ഇസ് ഈക്വൽ ടു ബി സി. അങ്ങനെ ഏതേലും രണ്ട് സെറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ തേർഡ് സെറ്റ് കിട്ടിയാൽ അത് കൊളീനിയർ പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫോർമുല വഴി നമ്മൾ കൊളീനിയർ ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദി പോയിൻറ്റ്സ് -2, 3, 5. ഷോ ദാറ്റ് ദി പോയിൻറ്റ്സ് -2, 3, 5, 1, 2, 3, -2, 3, 5, 1, 2, 3 and 7, 0, -1, 7, 0, -1, -2, 3, 5, 1, 2, 3 and 7, 0, -1 are കൊളീനിയർ. ഇപ്പം നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചതുപോലെ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ അതേ ഫോമിൽ ചെയ്തപ്പം എ ബിയുടെ ഡിസ്റ്റൻസ് √14 കിട്ടും. ചെക്ക് ചെയ്ത് നോക്കണം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ എ ബിയുടെ ഡിസ്റ്റൻസ് √14. എ സിയുടെ ഡിസ്റ്റൻസ് ചെയ്തപ്പം ഇവിടുത്തെ വാല്യൂ എ സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് നോക്കണം. എ സിയുടെ ഡിസ്റ്റൻസ് ചെയ്തപ്പം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 3√14 ഫാക്ടറൈസ് ചെയ്തെടുത്ത് കിട്ടിയ വാല്യൂ ആണ് 3√14. ബി സിയുടെ ഡിസ്റ്റൻസ് ആഡ് ചെയ്തപ്പം 2√14. അപ്പോൾ ഇവിടെ നോക്കിയപ്പം ഏതേലും രണ്ട് സെറ്റ് എ ബിയും ബി സിയും ആഡ് ചെയ്തപ്പം എ ബി പ്ലസ് ബി സി √14 പ്ലസ് 2√14 അപ്പോൾ വാല്യൂ 3√14 അതാണ് എ സി. അപ്പോൾ എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി. അപ്പോൾ എ ബി പ്ലസ് ബി സി എ സി ആയത് അവിടെ രണ്ടെണ്ണത്തിൻ്റെ ഡിസ്റ്റൻസ് രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ആഡ് ചെയ്തപ്പം തേർഡ് ഗ്രൂപ്പ് കിട്ടി. അത് കൊളീനിയർ പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണ് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട്. ഡിസ്റ്റൻസ് രണ്ട് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പം തേർഡ് സെറ്റ് കിട്ടിയാൽ അത് കൊളീനിയർ ആണ്. അതേപോലെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആണോ നോക്കുന്നത്. ഏതേലും രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതുപോലെ തന്നെ ചെയ്യാം. പൈതഗോറസ് തിയറം വെച്ചിട്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ ചെയ്യാം. പാരലോഗ്രാം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ അല്ല ഈക്വൽ, ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ. റെക്റ്റാങ്കിളും ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, ഡയഗണൽസ് ആർ ഈക്വൽ. സ്ക്വയർ ചെക്ക് ചെയ്യുമ്പം 4 സൈഡ്സും 4 സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഡയഗണൽസ് ആർ ഓൾസോ ഈക്വൽ. റോംബസ് 4 സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ. ഇങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത ടോപ്പിക്ക് സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡ് ഫോർമുല കാണാൻ ഒരു ട്രയാങ്കിളിൽ 3 സെറ്റ് വെർട്ടീസസ് ഉണ്ടെന്നറിയാം. എ ബി സി. ഇതിലെ കോർഡിനേറ്റ്സ് x1 y1 z1 x2 y2 z2 x3 y3 z3. അപ്പം ഇത് വെർട്ടീസസ് ആണ്, ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണ്. അവിടെ സെൻട്രോയിഡ് മീറ്റ് ചെയ്യുന്നത് ഈ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ഇത് അതിൻ്റെ മീഡിയൻ ലൈനാണ്. മീഡിയൻ എ ഡി ഒരു മീഡിയൻ. ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ബി ഇയും മീഡിയൻ, ഈ സി എഫും മീഡിയനാണ്. 3
വെർട്ടീസസിൽ നിന്നും പോകുന്ന ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ആ ലൈൻ മീഡിയൻ ലൈനാണ്. ഇത് മൂന്നും കൂടി ചേരുന്ന ഈ ഒരു സെൻറ്റർ, അതാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് ഫോർമുല x1 പ്ലസ് x2 പ്ലസ് x3/3 y1 പ്ലസ് y2 പ്ലസ് y3/3. ഒരെണ്ണോടി ഇസഡിൻ്റെയും കൂടി കോർഡിനേറ്റ് എടുക്കുമ്പോൾ z1 പ്ലസ് z2 പ്ലസ് z3/3. ഇത് സെൻട്രോയിഡിൻ്റെ ഫോർമുലയാണ്. സെൻട്രോയിഡിൻ്റെ ഫോർമുല x1 പ്ലസ് x2 പ്ലസ് x3/3, y1 പ്ലസ് y2 പ്ലസ് y3/3, z1 പ്ലസ് z2 പ്ലസ് z3/3. ഈ സെൻട്രോയിഡ് ഫോർമുല വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കണ്ടു നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. സപ്പോസ് എ, ക്യാപിറ്റൽ ലെറ്റർ എ, 2 6 minus 4, A 2 6 minus 4, 2 6 minus 4, B 4 minus 2 3, B 4 minus 2 3, 4 minus 2 3, C അവിടെ എക്സ് വൈ ഇസഡ് ആണ് തന്നത്, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. സി എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ്, സി എക്സ് വൈ ഇസഡ് ആർ ദി വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി, ആർ ദി വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. Find the coordinates of the centroid of the triangle. Find the coordinates of the centroid of the triangle. That's the first question. Find the coordinates of the centroid of the triangle. That's the first. Second question, if the centroid is 7 minus 2 5, if the centroid is 7 minus 2 5, find the coordinates of C. If the centroid is 7 minus 2 5, find the coordinates of C. Find the coordinates of C. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സെൻട്രോയിഡ് വെച്ചിട്ട് ഇതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കോർഡിനേറ്റ്സും കാണണം. സെൻട്രോയിഡ് ആണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ഈ എക്സ് വൈ സെഡിൻ്റെ വാല്യൂം കണ്ടുപിടിക്കണം. അപ്പോൾ സെൻട്രോയിഡ് വെച്ചിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സെൻട്രോയിഡ് കാണാൻ അറിയാം. സെൻട്രോയിഡ് x1 പ്ലസ് x2 പ്ലസ് x3/3. അപ്പോൾ ഈ വാല്യൂ 2 പ്ലസ് 4 പ്ലസ് x/3, അടുത്ത വാല്യൂ 6 മൈനസ് 2 പ്ലസ് y/3, അടുത്തത് -4 പ്ലസ് 3 പ്ലസ് z/3. ഇതാണ് സെൻട്രോയിഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഫോർമുല. 2 പ്ലസ് 4 6 പ്ലസ് x/3, 6 മൈനസ് 2 4 പ്ലസ് y/3, -1 പ്ലസ് z/3. ഇതാണ് കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് കിട്ടുന്ന അത്രയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെൻട്രോയിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ 7 മൈനസ് 2 5 ആണ്. എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു, അടുത്ത ഗ്രൂപ്പിൽ എക്സ് വൈ ഇസഡ് ഉണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, വൈ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, ഇസഡ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ എക്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 7 ഈസ് ഈക്വൽ ടു 6 പ്ലസ് x/3, -2 ഈസ് ഈക്വൽ ടു 4 പ്ലസ് y/3, അടുത്ത ലാസ്റ്റ് 5 ഈസ് ഈക്വൽ ടു -1 പ്ലസ് z/3. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് z കോർഡിനേറ്റും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 7 × 3 21 ഈസ് ഈക്വൽ ടു 6 പ്ലസ് x,
-6 is equal to 4 plus y. 15 is equal to -1 plus z. -1 plus z. 21 minus 6 is equal to x. -6 minus 4 is equal to y. 15 plus 1 is equal to z. ഈ വാല്യൂ കണ്ടുപിടിച്ച് എക്സിൻ്റെ വാല്യൂ 21 മൈനസ് 6 15. അപ്പോൾ എക്സ് കിട്ടിയത് 15. എക്സ് 15. വൈയുടെ വാല്യൂ -10. ഇസഡിൻ്റെ വാല്യൂ 16. അപ്പോൾ കോർഡിനേറ്റ്സ് കിട്ടിയത് 15 -10 16. ഇങ്ങനെയാണ് സെൻട്രോയിഡ് ഫോർമുല അപ്ലൈ ചെയ്ത് സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നതും ഒരു കോർഡിനേറ്റ് മിസ്സിംഗ് ആണെങ്കിൽ ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത് ഇതേ രീതിയിലാണ്. അപ്പോൾ സെൻട്രോയിഡിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യണം, ഈ ഫോർമുല അപ്ലൈ ചെയ്ത് പഠിക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളും പ്രോബ്ലംസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.